പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായത് സംബന്ധിച്ച വിവാദം കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമുണ്ടായിരുന്ന വാദങ്ങളെയെല്ലാം പിഴുതെറിയുന്നതായിരുന്നു കോഴിക്കോട് റൂറൽ എസ്.പിയുടെ വെളിപ്പെടുത്തൽ. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നും ചില പോലീസുകാർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുമാണ് എസ്.പിയുടെ വെളിപ്പെടുത്തൽ. ഇതോടുകൂടി പുതിയൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ലാത്തിചാർജ് അല്ല നടന്നതെങ്കിൽ പിന്നെ ഷാഫിയെ പോലീസുകാരൻ അടിച്ചത് എന്തിനാണ് എന്ന പുതിയ സംശയമാണ് ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം എസ്.പിയുടെ വെളിപ്പെടുത്തൽ പോലീസിന് തന്നെ കുരുക്കാകുകയും ചെയ്യും. ഷാഫിക്ക് മർദ്ദനമേറ്റുവെന്നത് അഭിനയമാണ് എന്നും പ്രകടനമാണ് എന്നും തുടക്കം മുതൽ ആവർത്തിക്കുന്ന CPM-നും LDF-നും ഇത് പ്രതിരോധിക്കാനാകാതെ വരും. രാഷ്ട്രീയമായി UDF-ന് ഇതുണ്ടാക്കുന്ന മൈലേജും വലുതായിരിക്കും. ഷാഫിക്കെതിരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണ് എന്നാണ് തുടക്കം മുതൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ ആരോപണത്തിന് ബലം പകരുന്നതാണ് എസ്.പിയുടെ വെളിപ്പെടുത്തൽ. ഒപ്പം മർദ്ദനമേറ്റ സംഭവം ലോക്സഭാ സ്പീക്കർക്ക് പരാതിയുമായി ഷാഫി പറമ്പിൽ MP എഴുതി നൽകിയിട്ടുമുണ്ട്. ഇത് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണത്തിനും സാധ്യതയേറ്റുന്നു. ഒരു ജനപ്രതിനിധിക്ക് മർദ്ദനമേറ്റതിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണം ഗൗരവതരമാകും. MP-യെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യവും ഇത് ശരിവെക്കുന്ന എസ്.പിയുടെ പരാമർശവും ഉൾപ്പെടെ കമ്മിറ്റിക്ക് മുൻപാകെ തെളിവായി നിരത്തും. ഞായറാഴ്ച രാവിലെ ഷാഫി ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും എസ്.പിയുടെ പ്രസംഗം പുറത്തുവന്ന ശേഷം ഇക്കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. പൊതുസ്ഥലത്ത് വെച്ച് ഒരു ജനപ്രതിനിധിയെ മർദ്ദിച്ചതിലൂടെ ഒരു MP എന്ന നിലയിലുള്ള ഷാഫിയുടെ അവകാശം ഹനിക്കപ്പെട്ടുവെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ലാത്തിചാർജുള്ള സമയത്ത് MP അവിടെ എത്തിയപ്പോഴാണ് സംഭവമെങ്കിൽ ലാത്തിചാർജിൽ അറിയാതെ അടിയേറ്റുവെന്ന് പറഞ്ഞ് തടിയൂരാം. എന്നാൽ SP ഉൾപ്പെടെയുള്ളവർ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ മർദ്ദന കാരണം പോലീസ് വിശദീകരിക്കേണ്ടി വരും. പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞാൽ അടിച്ച പോലീസുകാരൻ മുതൽ SP വരെയുള്ളവർ നടപടി നേരിടേണ്ടിയും വരും. ഇത് കണക്കിലെടുത്ത് പെട്ടെന്ന് തന്നെ MP-യുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതേസമയം സംഘർഷ സ്ഥലത്തെ നടപടിയുടെ പേരിൽ പോലീസുകാരെ ബലിയാടാക്കരുത് എന്ന അഭിപ്രായമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. SP-യുടെ വെളിപ്പെടുത്തലിലും പോലീസിൽ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചുള്ള ഒരു ലാത്തിചാർജ് നടന്നിട്ടില്ല പേരാമ്പ്രയിൽ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴും എന്താണ് പിന്നെ അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച തന്നെയാണ്. 4-5 ദിവസമായിട്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിനു പുറമെ പേരാമ്പ്രയിൽ UDF പ്രകടനത്തിനിടെ പോലീസിന് നേർക്ക് UDF-കാർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന് CPM പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ പ്രചാരണങ്ങളിലും പോലീസിന് മറുപടിയില്ല. സംഭവം നടന്ന ദിവസം പോലീസിനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞത് പൊടുന്നനെയാണ് സ്ഫോടക വസ്തു എന്നാക്കി മാറ്റിയത്. അന്ന് കല്ലെറിഞ്ഞതിന് കേസെടുത്ത പോലീസ് ഇപ്പോൾ CPM-ന്റെ പുതിയ പ്രചാരണത്തിന്റെ ചുവട് പിടിച്ച് സ്ഫോടക വസ്തു എറിഞ്ഞതിനും കേസെടുത്തിരിക്കുകയാണ്. പ്രകടനക്കാരുടെ ഇടയിൽ നിന്ന് ഒരു വസ്തു പോലീസുകാരുടെ ഇടയിലേക്ക് എറിയുന്ന വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് സ്ഥലത്ത് സ്ഫോടനം നടന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷാണ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചത്. ഫോറൻസിക് പോലീസ് സംഘങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് പേരാമ്പ്രയിൽ പരിശോധന നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ഒട്ടേറെ തവണ ടിയർ ഗ്യാസ് ഷെല്ലുകളും പോലീസ് പ്രയോഗിച്ചിരുന്നതിനാൽ സ്ഫോടനം എങ്ങനെയാണ് എന്നതിൽ അവ്യക്തത നിലനിന്നിരുന്നു. അതിനിടെ ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള 700ഓളം ആളുകളുടെ പേരിൽ പോലീസ് സംഘർഷമുണ്ടായ ദിവസം തന്നെ കേസെടുത്തിട്ടുണ്ട്. ലാത്തിയടിയേറ്റ് മൂക്കിന് ശസ്ത്രക്രിയ ചെയ്ത ഷാഫി പറമ്പിൽ MP തൽക്കാലത്തേക്ക് ആശുപത്രി വിട്ടു. 3 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഷാഫി വീട്ടിലേക്ക് മടങ്ങിയത്. തുടർ ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം ബുധനാഴ്ച വീണ്ടും ആശുപത്രിയിലെത്തും. മുഖത്ത് അടിയേറ്റതിനെ തുടർന്ന് മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. ശസ്ത്രക്രിയയും വിശ്രമവും കഴിഞ്ഞാണ് മടക്കം. പോലീസ് SP-യുടെ വെളിപ്പെടുത്തൽ CPM-നും തലവേദനയായിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസിന് ആവേശവും. UDF-ന് ആയുധം നൽകിയതുപോലെയാണ് SP-യുടെ പ്രസംഗമെന്ന വിലയിരുത്തലിലാണ് CPM. ഇതോടെ SP-ക്കെതിരെയും പടയൊരുക്കം നടക്കുന്നുണ്ട്. തുടക്കം മുതൽ അടിയേറ്റതും ചോര വന്നതും ഷാഫിയുടെ പ്രകടനമാക്കി ചിത്രീകരിക്കുകയായിരുന്നു CPM. മൂക്കിന് ശസ്ത്രക്രിയ ചെയ്തതിനെ പരിഹസിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാനുള്ള നാടകമാണ് ഷാഫിയുടേതെന്നാണ് CPM ആക്ഷേപിക്കുന്നത്. CPM-ന്റെ ഈ പ്രചാരണ വേലകൾക്കുള്ള തിരിച്ചടിയാണ് SP-യുടെ വെളിപ്പെടുത്തൽ. ഒപ്പം കോൺഗ്രസ് ക്യാമ്പിൽ SP-യുടെ വെളിപ്പെടുത്തലിലൂടെ ഒരു രാഷ്ട്രീയ ആയുധം കിട്ടിയ സന്തോഷവും ആവേശവുമുണ്ട്. ഏത് വിധേനയും ഇത് സർക്കാരിനെതിരായ ആയുധമാക്കി ഉപയോഗിക്കാനാകും കോൺഗ്രസിന്റെ ശ്രമം.
ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടതിലെ ജാള്യതയും ജനശ്രദ്ധയും മറയ്ക്കാനാണ് CPM പോലീസിനെ ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിടുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതിനു പുറമെ ഷാഫിക്ക് മർദ്ദനമേറ്റതുകൂടി ആയുധമാക്കാമെന്നത് കോൺഗ്രസിന് ഇരട്ടി നേട്ടമാണ്. ഒപ്പം CPMന് ഇരട്ടി തിരിച്ചടിയും. ശബരിമല വിവാദത്തിന് പുറമെ ഷാഫിയുടെ മർദ്ദനം കൂടി തിരിഞ്ഞുകൊത്തിയതോടെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ഉഴയുകയാണ് CPM.